നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്. ഒരുപാട് സംരംഭങ്ങളും ബിസിനസ്സുകളും എല്ലാം ആരംഭിക്കും. ഒരുപാട് തരത്തിലുള്ള ജോലികളിൽ പ്രവേശിക്കും. പക്ഷെ എല്ലാം അവസാനം പരാജയമായിട്ട് ദുഃഖത്തോടെ പിന്മാറും. ജീവിതത്തിന്റെ നിരാശയിലേക്ക് ഇവർ കൂപ്പുകുത്തിപ്പോകും. എന്തുകൊണ്ടായിരിക്കാം ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ദുരിതം ഇവർക്ക് സമ്പാദിക്കുന്നത്? കഴിവും പ്രാപ്തിയും സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാകാം ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത്? മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു ഉണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു ദൈവജ്ഞനെ, അതായത് ഒരു ജ്യോതിഷനെ കാണുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകം അവിടെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എത്ര കഴിവും പ്രാപ്തിയും സാഹചര്യവും ഒത്തിണങ്ങി വന്നിട്ടും ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നിർഭാഗ്യയോഗം എന്നൊരു യോഗമുണ്ട് എന്നുള്ളതാണ്. ഈ നിർഭാഗ്യയോഗമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് സാഹചര്യങ്ങളും അതുപോലെ പണവും എല്ലാം ഒത്തൊരുമിച്ച് വന്നാൽ പോലും ഭാഗ്യദേവത അവരെ കടാക്ഷിക്കാറില്ല. അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെ അവരുടെ ഭാഗ്യം അല്ല അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ജീവിതം തൊട്ടടുത്ത് വന്നിട്ട് അത് ഇവരെ കാണാതെ പിന്തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. അങ്ങനെ നിരാശരായിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവരുടെ ജാതകത്തിലെ ചില പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാതകപരമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശവും പരിഹാരവും ഇങ്ങനെയുള്ളവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇനി എന്തായിരിക്കും ഇവരുടെ ജാതകത്തിന്റെ പ്രത്യേകത എന്നറിയണ്ടേ? ഈ പ്രത്യേകത നിങ്ങളുടെ ജാതകത്തിലും ചിലപ്പോൾ ഉണ്ടാകാം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാവം ജാതകത്തിന്റെ 9ാം ഭാവത്തെയാണ് സൂചിപ്പിക്കുക. 9ാം ഭാവം കൊണ്ടാണ് ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നത്. അത് ആ സ്ഥാനം തന്നെ പൂർവ്വജന്മത്തിലെ പുണ്യസ്ഥാനം കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ നല്ലതെന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുൻജന്മത്തിൽ പല തരത്തിലുള്ള നന്മകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ഭാഗ്യങ്ങൾ കടാക്ഷിക്കൂ എന്നുള്ള സത്യം കൂടെ ഈ 9ാം ഭാവം ജാതകത്തിന്റെ നമ്മളെ കാട്ടിത്തരുന്നു. ഇത് നമുക്ക് സ്വയം എപ്പോഴും നമുക്കത് പരിശോധിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇതെന്തായാലും ഒരു പ്രഗത്ഭനായ ജ്യോതിഷനെ നിങ്ങൾ കാണിക്കണം. ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് ആ 9ാം ഭാവത്തിലെ ഭാഗ്യസ്ഥാനം പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി എന്തായിരിക്കാം ഈ ഭാഗ്യദോഷം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജാതകത്തെ അങ്ങനെ സൂചിപ്പിക്കുന്നത്? അതായത് 9ാം ഭാവത്തില് ശുഭഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കുക, അല്ലെങ്കിൽ 9ാം ഭാവാധിപൻ 6, 8, 12 തുടങ്ങിയ ദുസ്ഥാനങ്ങളിൽ പോകുക, 9ാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങൾ ദൃഷ്ടിയില്ലാതിരിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പ്രധാനമായും ജാതകത്തിലെ ഈ നിർഭാഗ്യയോഗം ഇത്തരക്കാർക്ക് സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെ സംഭവിക്കുന്ന ആളുകളുടെ ജാതകം പരിശോധിച്ചാൽ കാണാവുന്നത് 9ാം ഭാവാധിപൻ ദുസ്ഥാനങ്ങളിലാകുക, 9ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക, 9ാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങൾ ദൃഷ്ടിയില്ലാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരാളുടെ ജാതകത്തിൽ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഭാഗ്യം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് ജോത്സ്യനെ എന്തെങ്കിലും പരിഹാരം ചെയ്തതുകൊണ്ട് അങ്ങോട്ട് ഏതെങ്കിലും ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമെന്നോ ശുഭഗ്രഹങ്ങൾ കിളിർത്തു വരുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ സംരംഭങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം അവരുടെ മക്കളുടെ പേരിൽ, ഭാര്യയുടെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യയാണ് ചെയ്യണമെങ്കിൽ ഭർത്താവിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് അവരുടെ പേരിൽ, തങ്ങളുടേതല്ലാത്ത വേറെ ആരുടെയെങ്കിലും പേരുകളിൽ ഈ ബിസിനസ് ആരംഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളുടെ പേരിലല്ലാതെ മറ്റൊരാൾ കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് അവർ കഴിയാവുന്നതും ഇത്ര വലിയൊരു മുതൽ മുടക്കി ബിസിനസ്സുകളോ മറ്റോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അത് പ്രായോഗികമായിട്ടുള്ള ഒരു രീതി. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് സാധാരണ ചെയ്തു വരുന്ന ഒരു രീതിയാണ് തിരുപ്പതി ഭഗവാനെ നമ്മളുടെ പാർട്ട്ണറാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ അതേ രീതിയിൽ തന്നെ തിരുപ്പതി ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമ്മളൊരു പാർട്ട്ണറാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ലാഭവിഹിതം കൂടെ നിശ്ചയിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സുകൾ നടത്തുക. ഇത് പ്രായോഗികമായി പല ആളുകളും, പ്രത്യേകിച്ച് മറ്റു നമ്മളെ അന്യ സംസ്ഥാനങ്ങളിലെ പല ആളുകളും ചെയ്യുന്നൊരു രീതി കൂടെയാണ്
ഇത്തരത്തിലുള്ള ഒരു രീതി ഇതും ശുഭപ്രദമാണ്. രണ്ടാമത് ഇവർക്ക് ചെയ്യാനുള്ളത് മഹാലക്ഷ്മിയുടെ യന്ത്രങ്ങൾ ഏലസുകൾ ധരിക്കുക എന്നുള്ളതാണ്. നിത്യം ലളിതാ സഹസ്രനാമങ്ങൾ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. ഇതും ഒരു പരിധിവരെ അവർക്കുണ്ടാകാവുന്ന തിരിച്ചടികളെ മാറ്റുവാനായിട്ട് സാധിക്കും. ഈ ഒരു യോഗത്തിന് പറയുന്ന പേര് ജ്യോതിഷത്തിൽ നിർഭാഗ്യ യോഗം എന്നാണ്. അത് നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ഇതിന് ഒരു നല്ലൊരു ജ്യോതിഷന്റെ മാർഗനിർദ്ദേശത്തോടു കൂടി വേണം അങ്ങനെയുള്ളവർ ഇനി എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ.